ഇങ്ങനൊരു എക്സാം നടത്തണോ വേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻസ് ലീക്ഡ് ആണ്. അതായത് കെമിസ്ട്രി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് എത്ര പേരുണ്ടായിരുന്നു. ഒരു വെൽക്കമോ ഒരു ഇൻട്രൊഡക്ഷനോ ഞാൻ തരുന്നില്ല. എൻ്റെ ഈ ഒരു നോട്ടീസ് കണ്ടല്ലോ, May 3rd NEET 2026 റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യാനുള്ള സമയത്ത് ഇമാതിരി ഒരു ചട്ടത്തരം ചെയ്യാൻ എങ്ങനെ ഇവർക്ക് മനസ്സ് വന്നു? ഹൗ ക്യാൻ ദേ ഡു ദിസ്? എങ്ങനെയാണ് ഇവർക്കിത് ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നത്? എത്ര കുട്ടികളുടെ വർഷമാണ്, അല്ലെങ്കിൽ എത്ര കുട്ടികളുടെ നാളത്തെ പ്രതീക്ഷയാണ് അവർ ഇല്ലാതാക്കുന്നത്? ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദിസ് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എന്തിനാണ് നിങ്ങൾ, ലൈക്ക് ഹൗ ക്യാൻ യു ഗൈസ് ഡു ദിസ്? ഡു യു ഗൈസ് തിങ്ക് ദാറ്റ് ദിസ് ഇസ് ദാറ്റ് ഈസി, ലൈക്ക് ഹൗ യു പീപ്പിൾ തിങ്ക്? പേപ്പർ ലീക്കാക്കിയിട്ട് അവിടെ പേപ്പർ, ഞാൻ അറിഞ്ഞത് 600 സംതിങ് സ്കോറിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലീക്ഡ് ആണ്. അതായത് കെമിസ്ട്രി സെക്ഷൻ കംപ്ലീറ്റ്ലി ലീക്ഡ് ആണ് രാജസ്ഥാനിൽ. ആൻഡ് നൗ ഇറ്റ് ഹാസ് ബീൻ ഹാൻഡ് ഓവർ ടു CBI. അവരിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവരെല്ലാവരും നമ്മളുടെ ലൈഫ് വെച്ച് കളിക്കുകയാണോ എന്നാണ് ഞാൻ എക്സാം ഹോളിലേക്ക് കയറുന്ന സമയത്ത് എന്തുമാത്രം നമ്മളെ ചെക്ക് ചെയ്ത് ഇന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ട് ഒരു വാച്ചോ ഒന്നും നമ്മളെടുത്ത് വെയർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റാണ്. എല്ലാ കാര്യത്തിലും ഇവർ കോൺഷ്യസ് ആണ്. വൈ ദേ ഡിഡ്ന്റ് ബി റെസ്പോൺസിബിൾ ഫോർ ദിസ്? ഇവരിത് ശ്രദ്ധിക്കാത്തത് ഇവരുടെ മാത്രം മിസ്റ്റേക്കാണ്. വി കാൺ ബ്ലെയിം എനി വൺ. ഈ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, അതായത് നീറ്റ് ആസ്പിറൻസ് എന്ത് ചെയ്തു? വാട്ട് ദേ ഡിഡ് ഫോർ ദിസ്? ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവരുടെ മാർക്സിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടാകും. ആത്മാർത്ഥതയോടെ പോയിട്ട് അറ്റൻഡ് ചെയ്ത് ഇനി എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ എന്ന് ചിന്തിച്ച് വേറൊരു ഫേസിലേക്ക് കടക്കാൻ റെഡിയായ ആളുകളുണ്ടാകും. അവരോടൊക്കെ ചെയ്യുന്ന എന്ത് അനീതിയാണിത്? 1 year ഓഫ് സാക്രിഫൈസ്, നോട്ട് 1 year, 1, 2, 3, 4 എത്ര വർഷത്തെ സാക്രിഫൈസാണിത്? അത് ഈ ഇത്രയും മാസത്തിനുള്ളിൽ അവരവിടെ കൊണ്ടുപോയിട്ട് അവരുടെ കംപ്ലീറ്റ് എഫേർട്ട് അവരിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. അതിനെയാണ് നിങ്ങളിപ്പോൾ ഇല്ലാതാക്കിയത് ഈ NEET 2026 ക്യാൻസലേഷനോട് കൂടെ, റീ എക്സാം വെക്കുന്നതോടുകൂടെ. സോ പ്ലീസ് ഗൈസ്, പ്ലീസ് ഡോണ്ട് ഡു ദിസ് ടു ദം. നമ്മളിത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇത് കഴിഞ്ഞു, ഇനി നമ്മൾ അതിലേക്ക് ഇനി തിരിച്ചു പോകില്ല എന്ന് ഉറപ്പ് വന്നൊരു ഫേസിലായിരിക്കും കുറേ പേര്. അപ്പോൾ അതിലേക്ക് പിന്നെയും ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ അതത്ര ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതെല്ലാം കാണുന്ന ഒരാൾ മേലുണ്ട്, പടച്ചവനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ ആണെങ്കിലും, ലൈക്ക് എന്ത് സ്റ്റുഡൻസിനോടാണ് പറയാനുള്ളത്, പാനിക് ആവാതിരിക്കുക, റിലാക്സ് ആവുക. ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങളുടെ എഫേർട്ട് ഇട്ടു, നിങ്ങൾ വിഷമിച്ചു, ഒരുപാട് കാര്യത്തിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്തു, മനസ്സിലാകുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക കറേജ് ഇനിയും അങ്ങോട്ട് ഉണ്ടാവുക. ഒരു എക്സാം വെക്കുകയാണെന്നുണ്ടോ മോസ്റ്റ്ലി എല്ലാവർക്കും അനുകൂലമായിട്ട് വരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. എന്തും ആയിക്കോട്ടെ, ലെറ്റ്സ് ഫേസ് ഇറ്റ്. ആ ഒരു രീതിയിൽ നിൽക്കുക, ബോൾഡാവുക, മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് വെക്കുക. അതായത് എൻ്റെ വീഡിയോസ് കാണുന്ന സ്റ്റുഡൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കും, നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും വെറീഡ് ആവേണ്ട, ബോധേഡ് ആവേണ്ട. ഞാൻ കുറച്ച് പേരോട് എൻ്റെ അടുത്ത് പേഴ്സണലി വന്നിട്ട് മെസ്സേജ് അയച്ച കുട്ടികളുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇതൊക്കെ 3rd attempt ആണ്, 4th attempt ആണെന്നൊക്കെ പറഞ്ഞ് വന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാം. അല്ലാതെ ഇപ്പം തന്നെ നമ്മളിത് ചെയ്യാനുള്ളത്. ഇപ്പോൾ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരു റീ എക്സാം നടത്തണോ വേണ്ടതെന്നുള്ള റീ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ പോലും ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. എന്തായാലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കോർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ പേരുടെ സ്കോർ കണ്ടപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി ഫോർ ദം. ഞാൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത എത്ര പേരുണ്ടായിരുന്നു, ഒരുപാട് പേര്. ഐ എം സോ ഹാപ്പി ഫോർ ദം. ബട്ട് അവർക്കൊക്കെ ഇനിയൊരു എന്താ പറയുക, ഒരു പേടി ഉള്ളിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അത് അറിയാത്തതുകൊണ്ടല്ല, ഇതിൻ്റെ ഈ ഒരു നീറ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. വി കാൺട്ട് പ്രെഡിക്റ്റ് ദാറ്റ് ഇറ്റ് വിൽ ബി ടഫ് ഓർ ഈസി എന്നുള്ള. ഒരു പ്രാവശ്യം അത് എളുപ്പമായി എന്ന് വിചാരിച്ചാൽ അടുത്ത പ്രാവശ്യം അതുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി, അടുത്ത പ്രാവശ്യം എനിക്ക് നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ഉറപ്പില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് NTA-കാരോട് പറയാനുള്ളത്. വൈ ആർ യു ഗൈസ് ഡൂയിങ് ദിസ്? സി സ്റ്റുഡൻസ്, നിങ്ങൾ ഇതൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, റിലാക്സ് ആവുക. പ്രോപ്പറായിട്ടൊരു അപ്ഡേറ്റ് തരുന്നത് വരെ നിങ്ങൾ കൂളായിരിക്കുക. അത്രയും കാലം നിങ്ങൾ പ്രഷർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യമാവട്ടെ, മറ്റുള്ള കാര്യങ്ങൾ, ആളുകളുടെ അടുത്ത് നിന്നുള്ള ചോദ്യങ്ങൾ, എല്ലാത്തിനും ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം മനസ്സിലാക്കും. സോ ഇത് നിങ്ങൾ പടച്ചം പരീക്ഷിക്കുകയാണെന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്യുക. ഇത് എന്തായാലും കടന്നു പോകും. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒന്നും ഡിസൈഡ് ചെയ്യണ്ട. ലൈക്ക് ഇപ്പോൾ ഒന്നും കൂടി പോയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഇനി എനിക്ക് പറ്റുമോ, ഒന്നിനെ കുറിച്ചിട്ടും ഒരു ഡിസിഷൻ കംപ്ലീറ്റ്ലി എടുക്കരുത്. ചിലപ്പം ഇത് മറ്റുള്ള, അതായത് നന്നായിട്ട് എഴുതാൻ പറ്റാത്ത ആളുകൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടി ആയിരിക്കാം. അവർക്ക് അങ്ങനെ ആയിരിക്കും അവർ തിങ്ക് ചെയ്യുന്നത്. പക്ഷേ എന്നാലും എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളിൽ ടെൻഷൻ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും ഇനിയുള്ള അപ്ഡേറ്റ്സ് വരാൻ പോകുന്നത്. എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ ഒരു ഡിസിഷൻ NTA എടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ദിസ് സിസ്റ്റം ഈസ് നെവർ ഗോയിങ് ടു ചേഞ്ച്. ഇതെനിക്ക് ഉറപ്പാണ്.
ഈ സിസ്റ്റം ഒരിക്കലും ചേഞ്ച് ആവാൻ പോകുന്നില്ല. എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ബി സ്ട്രോങ്, ബി ബോൾഡ്, വട്ട് എവർ ഹാപ്പൻസ്. എന്തൊക്കെ നിങ്ങൾ തടസ്സങ്ങൾ വന്നാലും ആ ഒരു സ്പിരിറ്റിൽ നിങ്ങൾ എടുക്കുക, സ്ട്രോങ് ആവുക. ഈ ഒരു സമയത്ത് നമ്മളൊരിക്കലും തളരാതിരിക്കുക. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഈ ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു, ഇതും നിങ്ങൾ മറികടക്കും, അല്ലെങ്കിൽ ഇതിനെയും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും ഉറപ്പായിട്ടും. സോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നല്ലതാവട്ടെ, നല്ലതായിരിക്കും. ഷുവറായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഡെഫിനറ്റ്ലി ഐ വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു, റിപ്ലൈ യു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.